അപ്പോൾ നമ്മൾ മെട്രിക്സിന്റെ ഓപ്പറേഷൻസിനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടിരുന്നത്. അതായത് മെട്രിക്സുകൾ കൂട്ടുക, കുറയ്ക്കുക, അതുപോലത്തെ പരിപാടികൾ. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ 4 ഓപ്പറേഷൻസ് ഉണ്ട് മെട്രിക്സിൽ. അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ 2 അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ പഠിച്ചു തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അല്ലേ. ഇനി നമുക്കുള്ളത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും മൾട്ടിപ്ലിക്കേഷനും തമ്മിൽ മാറിപ്പോരുത്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സാധനം കൊണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്കൊരു മെട്രിക്സ് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഞാൻ എടുക്കുവാണ്. 1, 2, 5, 3, 8, 4. നമ്മളോട് എ നമുക്ക് തന്നിട്ടുണ്ട്. 4A കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടെ എനെ 4 കൊണ്ടല്ലേ ഗുണിച്ചത്. അപ്പൊ ഇവിടെയും എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. ഏതിന്? ഈ മെട്രിക്സിനെ. ഈ മെട്രിക്സ് എന്താണ്? 1, 2, 5, 3, 8, 4. ഇനി 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 4 ഇതിന് മാത്രം കൊടുത്താൽ മതിയോ? പോരാ. ഇതിൻ്റെ അകത്തുള്ള എല്ലാ എലമെന്റുകൾക്കും ഈ 4 അങ്ങോട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. 4 × 1 ചെയ്യണം. 4 × 1 എത്രയാണ്? 4. 4 × 1 4. 4 × 2 എത്രയാണ്? 8. 4 × 5 എത്രയാണ്? 20. 4 × 3 എത്രയാണ്? 12. 4 × 8 എത്രയാണ്? 32. 4 × 4 എത്രയാണ്? 16. ഇതാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കെയിലാർ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിനെ ഏതെങ്കിലും ഒരു നമ്പരോ അല്ലെങ്കിൽ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്പർ ആവാം, അതായത് പോസിറ്റീവ് നമ്പർ ആകാം, നെഗറ്റീവ് നമ്പർ ആകാം, റൂട്ട് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാത്തിനും കൊടുത്തോളണം. ഇതേ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എനിക്ക് 5നെ ഈ മെട്രിക്സിനെ ഇൻഡു ചെയ്യണം. ഈ 5 കൊണ്ട് ഈ മെട്രിക്സിനെ ഇൻഡു ചെയ്യണം. എന്ത് ചെയ്യണം? എല്ലാവർക്കും കൊടുക്കണം. 5 × 2 എത്രയാണ്? 10. 5 × 5 എത്രയാണ്? 25. 5 × 3 എത്രയാണ്? 15. 5 × 8 എത്രയാണ്? 40. ഇത്രേ ഉള്ളൂ. ഇതാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. മനസ്സിലായോ? ഇത് വേണമെങ്കിൽ ഒരെണ്ണം കൂടി പറയാം. ഇത് ശ്രദ്ധിച്ചോ. B = ഞാനൊരു മെട്രിക്സ് എടുക്കുവാണ്. 1, 2, 3, 4, 8, 1. നമ്മളോട് പറഞ്ഞു 8B കണ്ടുപിടിക്കാൻ. എന്താണ് 8B? 8B എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ മുഴുവൻ 8 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ബിനെ 8 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ബി ഇതല്ലേ? 1, 2, 3, 4, 8, 1. ഇൻഡ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ വരും പറഞ്ഞ്? എല്ലാവർക്കും ആ 8 കൊടുക്കണം. അത്രേ ഉള്ളൂ. 8 × 1 8, 8 × 2 16, 8 × 3 24, 8 × 4 32, 8 × 8 64, 8 × 1 8. അപ്പൊ ഇതാണെന്ത്? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഫുൾ മൾട്ടിപ്ലിക്കേഷൻ അല്ല, മൾട്ടിപ്ലിക്കേഷനിൽ ഒരു ചെറിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കേട്ടല്ലോ. ഇനി നെഗറ്റീവ് ആണെങ്കിലോ? ശ്രദ്ധിച്ചേ. -3 × 2, 5, -1, 4, 8, 2. ഇത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നോക്കി, -3 കൊണ്ട് എല്ലാത്തിനും ഇൻഡു ചെയ്യണം. -3 × 2 -6, -3 × 5 -15, -3 × -1. മൈനസും മൈനസും കൂടി ഇൻഡു ചെയ്യുമ്പോൾ പ്ലസ് ആവും. അപ്പൊ എത്ര വരും? 3 തന്നെ. 3 × 1 3 ആണ്. -3 × 4 -12, -3 × 8 -24, -3 × 2 -6. അപ്പോൾ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴും ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? അഡീഷൻ, സബ്ട്രാക്ഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇത് 3ഉം കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരാം മിക്കപ്പോഴും. അപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും എങ്ങനെയായിരുന്നു? ഒന്നും നോക്കണ്ട, ഒരേപോലത്തെ മെട്രിക്സുകൾ നമുക്ക് കൂട്ടാം. കേട്ടല്ലോ. അതായത് ഇപ്പോ ഈ ഒരു മെട്രിക്സിനോട് കൂട്ടാൻ പറ്റുന്നത് ഇതുപോലത്തെ തന്നെ ഒരു മെട്രിക്സ് ആയിരിക്കണം. 3, 8, 5, 2, 4, 1 എന്ന് പറഞ്ഞാൽ ഈ ഒരേ സൈസിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഒരേ ഓർഡർ ഉള്ളതായിരിക്കണം. കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെ നോക്കണം. ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ആ നമ്പർ അങ്ങോട്ട് ഇൻഡ്യൂ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. കേട്ടല്ലോ. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതേ ശ്രദ്ധിച്ചോ, നമുക്ക് പഠിച്ചേക്കാം. അപ്പൊ ഇവിടെ നോക്കിയോ, നമ്മൾ പഠിച്ച 3 ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എളുപ്പമാണ്. നമുക്ക് 2 മെട്രിക്സുകൾ തന്നിട്ടുണ്ട്, എയും ബിയും. എന്നിട്ട് 4 ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 7A ആണ്.
7a നമുക്ക് എഴുതാം. 7a എങ്ങനെയാണ് എഴുതുന്നത്? എനെ 7 കൊണ്ട് ഇൻറ്റു ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ 7 ഇൻറ്റു എ എന്താണ്? 1 3 5 2 8 6. പറഞ്ഞേ എങ്ങനെ വരും? 7 എല്ലാത്തിനെയും 7 കൊണ്ട് ഇൻറ്റു ചെയ്യണം, അത്രയല്ലേ ഉള്ളു. 7 ഇൻറ്റു 1 7, 7 ഇൻറ്റു 3 21, 7 ഇൻറ്റു 5 35, 7 ഇൻറ്റു 2 14, 7 ഇൻറ്റു 8 56, 7 ഇൻറ്റു 6 42. 7a കിട്ടിയില്ലേ? എളുപ്പമല്ലേടാ? എളുപ്പമാണ് അല്ലേ? അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3b കണ്ടുപിടിക്കാൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? 3b. 3b എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ബിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതായത് 3 കൊണ്ട് എന്തിനെ ഇൻറ്റു ചെയ്യണം? ബിനെ ഇൻറ്റു ചെയ്യണം. എങ്ങനെയാണ് പറഞ്ഞേ? ബി ഏതാണ്? 1 1 7 2 8 1. ഇത്രയല്ലേ ഉള്ളൂ. 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം, എല്ലാത്തിനെയും 3 കൊണ്ട്. പറഞ്ഞേ 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 7 21, 3 ഇൻറ്റു 2 6, 3 ഇൻറ്റു 8 24, 3 ഇൻറ്റു 1 3. ഇതല്ലേ ആൻസർ? ഇതാണെന്ത്? 3b. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്. നമ്മളോട് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മളോട് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. 3 ചോദ്യങ്ങളുണ്ട്. മൂന്നാമത്തെ ചോദ്യം 7aയും 3bയും കൂടി കൂട്ടാനാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 7a നമ്മളിവിടെ കണ്ടുപിടിച്ചു. എത്രയാണ്? ഏതെഴുതിക്ക്? 7 21 35. ഇത് എത്രയാണ്? 14 56 42. 14 56 42 പ്ലസ് 3b എത്രയാണ്? 3b ഇവിടെ കണ്ടുപിടിച്ചു അല്ലെ? കണ്ടുപിടിച്ചത് തന്നെ ചോദിച്ചേക്കുന്നത് 7a പ്ലസ് 3b. അപ്പൊ എന്ത് ചെയ്യണം? 3b എഴുതുക. 3b എഴുതുക. 3 3 21 6 24 3. ഇനി ഇവിടെ നോക്കിയേ. ഇത് രണ്ടും കൂടി കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇത് രണ്ടും സെയിം ഓർഡർ ആണോ നോക്കുക, ഇത് രണ്ടും ഒരേ സൈസ് ആണോ നോക്കുക. ഒരേ സൈസ് അല്ലേടാ, ഒരേപോലെയല്ലേ ഇരിക്കുന്നത്. ഇത് എത്രയാണ് ഓർഡർ? 2 റോയും 3 കോളവും 2/3. ഇത് എത്രയാണ്? 2/3. അപ്പൊ രണ്ടും കൂട്ടാം. ഉത്തരം കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? ഒരു 2/3 തന്നെയായിരിക്കും. കൂട്ടാൻ പറഞ്ഞിരിക്കുന്ന കാരണം കൂട്ടി പറഞ്ഞോളാം. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആദ്യം 7ഉം 3യും കൂടി കൂട്ടുക. 7ഉം 3ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 10. അടുത്തത് 21ഉം 3ഉം കൂടി കൂട്ടുക. 21ഉം 3ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 24. 35ഉം 21ഉം കൂടി കൂട്ടുക. എത്ര കിട്ടും? 35ഉം 21ഉം 56 എന്ന് വരും അല്ലെ? അടുത്തത് 14ഉം 6ഉം കൂടി കൂട്ടുക. 14ഉം 6ഉം കൂടി കൂട്ടിയാൽ എത്ര വരും? 20. അടുത്തത് 56ഉം 24ഉം കൂടി കൂട്ടുക. 56 24 എത്ര വരും? 80 എന്ന് വരും അല്ലെ? 80. അടുത്ത 42ഉം 3ഉം കൂടി കൂട്ടുക. 45. കേട്ടല്ലോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇതേ ഈ ചോദ്യം എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ശ്രദ്ധിച്ച് ചോദ്യം നോക്കിയേ. 2a 4b. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 2a കണ്ടുപിടിക്കണം. 2a എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? എനെ മൊത്തം 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2a കിട്ടും. അടുത്ത് എന്താ ചെയ്യേണ്ടത്? 4b കണ്ടുപിടിക്കണം. 4b എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ബിനെ മൊത്തം 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ നമുക്ക് 4b കിട്ടും. 2aയും 4bയും കിട്ടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ നോക്കിയാൽ മതി. എങ്ങനെയാ കുറയ്ക്കേണ്ടത്? ഒരേ സൈസ് തന്നെയാണ് കറസ്പോണ്ടിങ് എലമെന്റ്സ് കുറയ്ക്കുക. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേടാ? ഇത് ഭയങ്കര എളുപ്പമാണ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ വരെയും കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് ഇതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് പഠിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടല്ലോ? അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേട്ടല്ലോ? അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ